നിന്റെയൊക്കെ സൗകര്യത്തിൽ എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കിൽ ഇനിയിപ്പോ എന്റെ സൗകര്യങ്ങളെ സ്വല്പം നോക്കിയിട്ട് പോ. മതി. ഓസിന് സൂഹിക്കുമ്പോ അത്രയ്ക്കൊക്കെ സൗകര്യം നോക്കിയാ മതി. നിർത്തടാ നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം. ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും. ഓടാ പുല്ലേ. സക്രിയ പോണവരൊക്കെ പോട്ടടാ. വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനമൊന്നും വേണ്ട. ജോസഫേ, ഞാൻ കുറെ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി ഇരിക്കുക. നീ രാവിലെ അടി മേടിക്കും. എന്തൊന്നും ഇത്? മദ്യം അവന്റെ സൗകര്യത്തിന്, കാർ അവന്റെ സൗകര്യത്തിന്, ഗൗരിക്കുട്ടി അവന്റെ സൗകര്യത്തിന്. അങ്ങനെ സൗകര്യം പോന്നാ മതി. അങ്ങനെ പോരാൻ നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. നിങ്ങൾ പോരുന്നുണ്ടോ? കാർണിവലിന് സൂചിയേറും കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ചോദിക്കുക, പോരുന്നുണ്ടോ? വക്കീലേ, ജോസഫ് പോ. കാശുണ്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താനം. ഗോപി, അല്ല, അത് ശരിയാവില്ല. അവനൊന്ന് തിരിച്ചു പോവാണല്ലോ. അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു. അതാ സംഭവം. അതൊന്നുമല്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ മണമണാന്ന് പിറുപിറുക്കാതെ സംഗതി നേരെ പറ. തനിക്ക് അവിടെ പോണോ? പോണെന്ന് ചോദിച്ചാ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. ഹിലാലിന് പോണോടാ? എനിക്ക് പോണമെന്നില്ല. പോണമെങ്കിൽ പോണെന്ന് പറയടാ. എങ്കി വാ, ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുമെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും. വാ. മാളമ്മയുടെ നല്ല സമയം. കറിയച്ച, അവര് പറഞ്ഞ കേട്ടോ? കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് വഴി തെറ്റിട്ടില്ല. മാറും. തന്തയുടെ നിപ്പ് കാണുമ്പോ നേരെ പോയി പോലീസിന് ഫോൺ ചെയ്യുമെന്ന് തോന്നുന്നു. അതിനെന്താ, വക്കീലത്തെ അല്ലേ കൂടെ ഉള്ളത്? അയ്യോ, കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പോലീസിനെ ഫേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇടപാട് മാത്രം ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ഇത് തന്നെയാണോ വീട്? തനിക്ക് ഉറപ്പുണ്ടോ? ആണെന്നാ തോന്നുന്നത്. ഉറപ്പില്ല, കേറണ്ട. ഒന്ന് കേറി എന്ന് വെച്ച് അങ്ങ് കേറി എന്നായില്ലല്ലോ. അതെ, അല്ലെന്നുണ്ടെ എങ്ങനെയാ പറയും?
അവിടെ അവിടെ ആ കളിക്കുന്നു. ഇത് തന്നെ ആവാനേ വഴിയുള്ളൂ. മാളുമ്മ മാളുവമ്മയുടെ വീട് ഇത് തന്നെയല്ലേ? മാളുവമ്മയുടെ വീട് മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം. മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ ഇരി ഇരി ഞാനും വരട്ടെ. ഞാനും വരിക. ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വേണ്ടല്ലോ കുളിക്കാൻ. കുട്ടിയാണോ? ആ മാളുമ്മ. മാളുമ്മ ഇപ്പൊ വരും. ഗൗരിക്കുട്ടി ഇപ്പൊ എത്തും. നമ്മളാരാ? ദേവകി. ഒന്ന് വിളിക്കൂ ഗൗരിക്കുട്ടി. ഇപ്പോഴിവിടില്ല, ഉടനെ എത്തും. എവിടെയാ പോയിരിക്കുന്നേ? അറിയില്ല. മാളുമ്മ ഒപ്പം പോയിരിക്ക? ഉടനെ വരുമല്ലേ? വരുന്നേ. ഓ, കുടിക്കാൻ എന്താ? എന്താ കിട്ടുക? നാരങ്ങ വെള്ളം, ചായ. അത്രയൊക്കെ ഉള്ളൂ? മോശം. മാളുമ്മ എന്നിങ്ങോട്ട് വന്നോട്ടെ, ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. ആ നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം. ഇവിടെ പഞ്ചസാര ഇടാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ വേണ്ടേ? ഇഷ്ടം പോലെ ഇടാം.
നിങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ ഈ വീട് കളയും. ഇറങ്ങിയാൽ ഇറങ്ങിയാ പൊതുവഴിയല്ലേ, പറഞ്ഞു വെക്കാലോ. നിങ്ങൾ ആരാ? ഞാനിവിടത്തെയാ മാളവമ്മയുടെ മോൻ. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകില്. ദാ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോഴും കരിവായിട്ടില്ല. എന്തെങ്കിലും കുഴപ്പമാണോ? അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി. ഞാൻ തൊട്ടു പിന്നാലെ ഉണ്ട്. അല്ല എന്ന് നിങ്ങളും 3 ആണുങ്ങളല്ലേ, എന്തെങ്കിലും പെശക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി. ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ 3-4 ഹിന്ദുക്കളുണ്ട്. ആ ചായാൻ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി. വാ. പുറകിലെങ്ങും ആരുമില്ല. എവിടെ പോയിട്ട് വരുന്നു? ഗോപാലൻ നായരെ വീട് വരെ. ഏത് ഗോപാലൻ നായർ? കുന്നമ്പുറത്തെ ഗോപാലൻ നായർ. അങ്ങനെ ഒരാളുണ്ടോ? ചെണ്ടക്കാരൻ ഗോപാലൻ നായർ. ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നിട്ട് ബുക്ക് ചെയ്തോ? ഇല്ല. എന്തേ? എങ്ങനെ ബുക്ക് ചെയ്യാനാ? അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ, വാത പിടിച്ചൊരു വശം തളർന്നു പോയില്ലേ. നിങ്ങൾ മാളവമ്മയുടെ വീട്ടിൽ പോയതല്ലേ? അതെ. എന്നിട്ട് എന്തേ പോന്നു പറഞ്ഞത്? അവരവിടെ ഇല്ല. താൻ ആരാ? സക്കറിയ. ഇവൻ ഹിലാൽ. ഞാൻ ഗോപി, അഡ്വക്കേറ്റ് ആണ്. അല്ല, ഇനിയിപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങളോ? ഞങ്ങൾ ഈ നാട്ടുകാരാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വഴിയോ പോണവരടുത്തൊക്കെ ആളാകാൻ നോക്കുന്നത്. എന്താണ് ആകാൻ നോക്കുന്നത്? എന്താണെന്നോ അറിയാൻ നിർബന്ധം പറഞ്ഞുതരാം. പബ്ലിക് ന്യൂസൻസും ത്രട്ടണിങ്ങും എല്ലാത്തിനും വേണ്ടി അഴിയുടെ പുറകെ നിർത്തി കാണിച്ചു തരാം. എന്റെ പേരെന്താ പറഞ്ഞത്? ഹിലാൽ. ഹിലാൽ ആണെന്നാ തോന്നണേ. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല, അതെ, നിങ്ങളിങ്ങനെ ആലോചിച്ചു തന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇനിയിച്ച് ഇവിടെ ലായം പറയാൻ തൊള്ള പറഞ്ഞാലേ അന്നെ 3 മൊട്ടയടിച്ച് പാതയെ കൂടെ പാരയുടെ നടത്തിക്കും. അങ്ങടെ മാറോ നടക്കി നാടക്കടാങ്ങട്ട് പറയണത് കേട്ടോളി. ഇല്ലെങ്കിൽ 3 അറിഞ്ഞ് പീസായിട്ട് ഇവിടെ നിരത്തും. നാടക്ക് വടാ വാടാ. ഈ ഒരു വക്കീൽ തിരിഞ്ഞു നോക്കാതെ നടക്കടാ.